UK പര്യടനത്തിൽ ടീം ഇന്ത്യയുടെ പ്രതീക്ഷകൾ പോലെയല്ല കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് കൃത്യമായി പറയാം. ചില സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. കുഞ്ഞന്മാരായ അയർലൻഡിനോട് 0-2 തൂത്തുവാരപ്പെട്ട ശ്രേയസ് അയ്യരും സംഘവും ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 0-1 പിന്നിലാണ്. ഇംഗ്ലീഷ് മണ്ണിൽ പരമ്പര ജയിക്കുമോ എന്നത് സംശയമായിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും 2-2 സമനിലയെങ്കിലും ശ്രേയസ് അയ്യരും സംഘവും തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരമ്പര കഴിഞ്ഞാൽ ജൂലൈ അവസാനത്തോടെ സിംബാബ്വേയുമായി നാട്ടിൽ 3 T20കളുടെ പരമ്പര ഇന്ത്യയെ കാത്തിരിക്കുകയാണ് എന്ന് പറയാം. ജൂലൈ 23 മുതലാണ് നടക്കുന്നത്. ഇംഗ്ലണ്ടുമായുള്ള ഇപ്പോഴത്തെ പരമ്പര 19 അവസാനിക്കും. ഇതിനു മുമ്പ് തന്നെ സിംബാബ്വെ ടൂറിനുള്ള ഇന്ത്യൻ T20 സ്ക്വാഡിനെ പ്രഖ്യാപിച്ചേക്കും. സാധ്യത ടീം എങ്ങനെയാണെന്നാണ് എല്ലാവരും നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത് സഞ്ജു ഉണ്ടോ എന്ന് തന്നെയാണ്. സാധ്യത ടീം പരിശോധിക്കുന്നു എന്നത് പേരിൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നതും സഞ്ജുവിൻ്റെ ഒരു കമ്മിങ് ബാക്ക് തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാം. എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുകൂടി നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവർക്കും അത് അത്യാവശ്യമായി അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് തന്നെ പറയുന്നു. ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടക്കുന്ന T20 പരമ്പരകളിൽ കളിക്കുന്ന ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും എന്ന് പറയുമ്പോൾ തന്നെ സഞ്ജുവിൻ്റെ കാര്യമാണ് എല്ലാവരും സംശയമായി തന്നെ പറയുന്നത്. സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലി തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും. ഇപ്പോൾ ടീമിലുള്ള ചിലർ ഒഴിവാക്കപ്പെട്ടേക്കുമെന്നും പകരം പുതിയ താരങ്ങൾ ടീമിലേക്ക് വന്നേക്കുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും കൃത്യമായ കാര്യം എന്ന് വെളിപ്പെടുത്താം. ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടക്കുന്ന T20 പരമ്പരയിൽ കളിക്കുന്ന ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും എന്നും സിംബാബ്വേക്കുള്ള സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനെക്കുറിച്ച് പറയുന്നു. കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വിഷയത്തെപ്പറ്റി തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. ആദ്യ കളിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും 15കാരൻ ഇനി തുടർച്ചയായി അവസരങ്ങൾ നൽകിയാൽ ലഭിക്കുമെന്നുള്ള കാര്യവും നല്ല സ്കോർ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പാണ്. എല്ലാവരും ആ ഒരു നേട്ടത്തിന് പിന്നാലെ തന്നെയാണ് നിൽക്കുന്നതും എല്ലാവർക്കും അത് നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സഞ്ജുവിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. വൈഭവിനെ ടീമിലേക്ക് എടുക്കണമെങ്കിൽ സഞ്ജുവിനെ പുറത്താക്കണം എന്നൊരു തീരുമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. വൈഭവ് നല്ലതുപോലെ കളിക്കുന്നുണ്ടെന്നും ചെറിയ പയ്യനാണെന്നും അതുകൊണ്ട് അവൻ്റെ അവസരം നമ്മൾ ഇപ്പോൾ ഇല്ലാതാക്കിയാൽ അല്ലെങ്കിൽ അവൻ്റെ അവസരം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് അവൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും. പണ്ട് സഞ്ജുവിനാരും അവസരം കൊടുക്കാത്തതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രഷറൈസ് ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നതും. സഞ്ജുവിനെ വേണവും അതുപോലെ സൂര്യവംശിയെ കളയാനും പറ്റില്ല എന്നൊരു സാധ്യത കൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നൊരു വിഷയം.